അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു വീട് പണിയുക. അപ്പോൾ നമുക്കതിന് മുന്നേ ഫുഡൊന്നും ഇല്ല, അത് നമുക്കൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കണം. എന്തായാലും നമുക്ക് അതിന് മറ്റേ ഫർണസ് ഇല്ല. എന്തായാലും നമുക്ക് എന്താണ് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചങ്ങ് ക്രിയേറ്റ് ചെയ്യുക ഒരു ഫർണസ്. സ്റ്റോൺ ഉള്ളതുകൊണ്ട് നമുക്ക് സീനില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല റിച്ച് ആണ്. എന്തായാലും നമുക്കൊരു ഫർണസ് നമ്മളെന്തായാലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, കത്തിക്കാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ, മരം എന്തെങ്കിലും. മരം ആകെ ഒരു 2 മരമുണ്ട്. എന്തായാലും അതൊക്കെ എടുത്ത് കത്തിക്കാം. എന്തായാലും ഫുഡ് ആവട്ടെ ഗൈസ്. ഓക്കെ, എന്തായാലും ആ ഫുഡ് ആവണ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ആടിനെയും കുറച്ച് ആൾക്കാരെയൊക്കെ കൊന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മീറ്റ് കുറേ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് പന്നിയിറച്ചി അടിക്കാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും നല്ല കഴിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഹെൽത്ത് ഫുള്ളായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് എല്ലാം പൊളിച്ചുകൊണ്ട് പോകാം. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് മരം വെട്ടിയായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അധികം മരമൊന്നുമില്ല, കുറേ ഞാൻ വെട്ടിയെടുത്തു. ആ ഗ്യാപ്പിൽ അങ്ങോട്ട് ടൈം എടുക്കണോണ്ട് മരം അങ്ങോട്ട് വെട്ടിയതാണ്. എന്തായാലും അത്യാവശ്യം കുറേ മരം ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിയെടുത്തു. അതിൻ്റെ കുറേ വിത്തും എല്ലാം ഉണ്ട്. വിത്തല്ലല്ലോ, തൈയൊക്കെ നമ്മളെ കയ്യിലുണ്ട്. എന്തായാലും നമുക്കൊരു നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെയൊക്കെ നടാം. എന്തായാലും നമുക്ക് ഇതാരാ പോണേ, അയ്യോ മൊയലോ, എനിക്ക് വേണം. കിട്ടിയില്ല, എന്തായാലും പോട്ടെ. എന്തായാലും അതെന്ത് കോഴിയാണ് ഇത്? പുതിയ കോഴിയൊക്കെയാണല്ലോ, എന്താ ഇവിടെ നടക്കണേ? ഏതൊക്കെ വെറൈറ്റി കോഴി, അത് നല്ല ടേസ്റ്റുള്ള ഇറച്ചി തോന്നണം. അതിനെ അങ്ങോട്ട് വെട്ടാം. എന്തായാലും അത് കിട്ടിയിട്ടുണ്ട് ഇറച്ചി. ഇനി നമുക്ക് എങ്ങോട്ട് പോകും എന്നാണ് സംശയം. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? ഇവയ്ക്ക് ഈ സ്ഥലം വലിയ ഇഷ്ടമൊന്നുമില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് കത്തിച്ച് നമുക്ക് എന്തായാലും തിരുദേവിനോട് ചോദിച്ചേക്കാം. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. നല്ലൊരു സ്ഥലം കണ്ടിട്ട് കിട്ടിയിട്ട് കാണാം. മുത്തേ, ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഔട്ട് പോസ്റ്റ്. അയ്യോ, ഇത് വല്ലാത്തൊരു തന്നെ കിട്ടി നമുക്ക്. അയ്യോ, എന്തായാലും അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന് പോവാം. അയ്യോ, ഇത് ഹാർഡ് കോറാണ്, പെട്ടെന്നൊക്കെ മറന്ന് പോവുകയാണ് എക്സൈറ്റ്മെൻറ്റ്. എന്തായാലും നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് ഔട്ട് പോസ്റ്റ്. ഇനി നമുക്ക് സുഖമായിട്ട് റൈഡ് അതൊക്കെ നടത്താനും. എന്തായാലും അതിൻ്റെ അടുത്ത് കൂടെ അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പടവും, പിന്നെ ഒന്നൊരു തേങ്ങ ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒന്ന് നിരീക്ഷിക്കാം അവിടെ എന്തൊക്കെ ഉണ്ട്, എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിതൊക്കെ ഒന്ന് കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടുന്ന് അടി കിട്ടൂല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം അവിടെ എത്ര പേരുണ്ട്, ഗ്യാങ്. ഒയ്യോ, കുറേ അത്യാവശ്യം ഉണ്ട്. അവിടെ ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്, അതെങ്ങനെയും എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ പോവാം. നമുക്ക് അത്യാവശ്യം സെറ്റായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അതൊക്കെ തന്നെ നടക്കുമല്ലോ. ഇപ്പം തന്നെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു. അവരെത്ര പേരാണെന്നറിയോ? എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങ് തെറിക്കാം. ഇപ്പം എങ്ങാനും കയറി ചെന്ന് നമ്മൾ ചത്തു. എന്തായാലും നമുക്ക് ഇവിടുന്ന് വിട്ടിട്ട് നമുക്കൊരു വീട് വെക്കണം, അതാണ് ഇപ്പോൾ ലക്ഷ്യം, വേറെ ഒന്നുമല്ല. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് വിടാൻ ഗൈസ്. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു പ്ലെയിനാണോ ചോദിച്ചാൽ കുറച്ചൊക്കെ പ്ലെയിനാണ്. എന്തായാലും നമുക്കിത് മതി. അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ കിട്ടാനുള്ള ഏരിയ ആണ്. എന്തായാലും കുറച്ച് നടന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് കെട്ടിയിട്ട് താമസിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലം, ഇതായിരിക്കും നമ്മുടെ ഏരിയ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കൊരു വീട് സെറ്റ് ചെയ്ത് എടുക്കണം. എന്തായാലും അടിപൊളി സ്ഥലമാണ്. എന്തായാലും പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കളയണം. എന്തായാലും ഇവിടെയൊക്കെ നിറച്ച് പുല്ലാണ്. എന്നിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് വീട് കെട്ടി സെറ്റായിട്ട് പാർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും പുല്ല് വെട്ടി കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും സ്പീഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് കണ്ട് തീർക്കുക ഗൈസ്. ഞാൻ പറയാൻ തന്ന ഈ വീട് പണിയൊന്നും പെട്ടെന്ന് തീരത്തില്ല. ഓക്കെ, അങ്ങനെ അത്രയും ബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വാതിൽ വെക്കാൻ വേണ്ടിയിട്ട് 4 തോളം ഇങ്ങോട്ട് ഇടാം. എന്തായാലും 1 2 3 4, അപ്പോൾ 2 ഡോറാണ് നമ്മൾ വെക്കാൻ പോണത്. ആ ക്രാഫ്റ്റിംഗ് ടേബിളും ആ ഫർണസും അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ ഗൈസ്. ഓക്കെ, എന്തായാലും ഇത് ഇനിയിപ്പോൾ ഫ്ലോർ ചെയ്യണം. എന്തായാലും നമുക്ക് എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാന്തി പൊളിക്കാം, മീൻസ് പൊളിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിരിക്കാം. നമുക്ക് എന്തായാലും വുഡൻ പ്ലാങ്ക് അത് വിരിക്കാം. എന്തായാലും വേറെ നമുക്ക് ഇത് ഇഷ്ടം പോലെ കിട്ടാനുള്ളതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നമുക്ക് ഇതന്നെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വിരിക്കാം. എന്തായാലും നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വിരിക്കട്ടെ. ഇത് ഭയങ്കര ഇത് അങ്ങോട്ട് തെറ്റി പോവുക, അറിയട കൈയൊക്കെ തട്ടിയിട്ട് മോളിക്കൊക്കെ വരും. അപ്പം നേരെ നോക്കിയിടണം ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ അത്യാവശ്യമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ബെഡ് എടുത്ത് വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ
അങ്ങനെ ബെഡും പ്ലേസ് ചെയ്തു. എന്തായാലും നമുക്കൊരു 2 ഡോർ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും മറ്റേ കളറൊന്ന് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. മാക്സും കൊണ്ട് തന്നെ എന്തായാലും നമുക്കിതിൻ്റെ മുകളിൽ ഇനി ഒരു ലെയറും കൂടെ അങ്ങോട്ട് വിരിക്കാനുണ്ട്. എന്തായാലും അതും കൂടെ വിരിച്ചിട്ട് നമുക്ക് സ്റ്റെയർ വെച്ചിട്ട് അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊന്നും തീരൂല. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇതും കൂടെ അങ്ങ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടോപ്പ് മേൽക്കൂര എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യാണ്. ആകെ ഈ ലെയർ മാത്രമേ വെക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ പ്ലാങ്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, എന്തായാലും അതൊക്കെ തന്നെ നമുക്ക് ഒപ്പിക്കലാണ് ഗൈസ്. ഓക്കെ, നമ്മളത് പറഞ്ഞില്ലേ, നമ്മളെന്തായാലും ആ റോസ് കളർ എടുത്തിട്ട് നമ്മളങ്ങോട്ട് റൂഫ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും അതിൻ്റെ സൈഡിൽ ലാസ്റ്റത്തെ സൈഡിൽ അതിൻ്റെ ശരിക്കുള്ള വുഡ് വെക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്, കാണാൻ ഗൈസ്. ഓക്കെ, ഇത് കണ്ടില്ല, ഇതേപോലെയാണ് വെക്കാൻ നിന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് 4 ടോർച്ച് പ്ലേസ് ചെയ്യാം, എന്നാലും കുറച്ച് വെട്ടം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇരുട്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സോംബീസ് എന്തെങ്കിലും സ്പോൺ ചെയ്തിട്ട് പടാവും. എന്തായാലും നമുക്ക് കടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, അപ്പം നാളെ രാവിലെ നമുക്കൊന്ന് വീട്ടിൻ്റെ പുറം ഒന്ന് നോക്കി നോക്കാം, ആ വെളിച്ചത്ത് എങ്ങനെയുണ്ട്, രസമുണ്ടോ നമുക്ക് നോക്കി നോക്കാം. അതിന് മുന്നേ നമ്മൾ പടമൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. എന്തായാലും നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കി നോക്കാം. എൻ്റെ മോനെ സീന് വീട്, അയ്യോ ഉമ്മ. എന്തായാലും നമുക്ക് ഗ്ലാസ് വേണം ഈ വിൻഡോ ആക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് അതിന് വേണ്ടി സാൻഡ് മൈൻ ചെയ്യാണ്. സാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് അത്യാവശ്യം സാൻഡ് എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും അത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോൾ ഇടാൻ പോവുകയാണ്. ഒരു 2 സൈഡിൽ 4 പിന്നെ മറ്റിടത്ത് നിരപ്പായിട്ട് 4 കൂടെ അങ്ങനെ ഇടുന്നത്, എന്നാലും കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ ആയിട്ടാണ് നമ്മൾ ഇടാൻ പോണത്, എന്നാലും കറക്റ്റായി അടിപൊളിയായിട്ട് വരത്തുള്ളൂ. എന്തായാലും സീനാണ്. എന്തായാലും നമ്മൾ ഗ്ലാസ് വെക്കുന്നുണ്ട്, ഒരു 4 ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചെണ്ണം ആയപ്പോഴത്തേന് സെറ്റായി, ഇവിടെ ഫുൾ സെറ്റായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാൻ മറന്നായിരുന്നു, അപ്പോൾ ചെസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അടുത്ത എപ്പിസോഡ് ഒന്നില്ലെങ്കിൽ ഫാമോ അല്ലെങ്കിൽ മൈനിങ് ആവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.